വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് +2 സോഷ്യോളജിയുടെ നമ്മൾ സാധാരണ വരുന്നത് +2 സോഷ്യോളജിയുമായിട്ടാണ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് +2 സോഷ്യോളജിയുടെ വിഷയവുമായിട്ടാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 6ാമത്തെ ചാപ്റ്ററിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 6ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേരെന്താണ്? സോഷ്യോളജിയിലെ ചാപ്റ്റർ 6 സോഷ്യൽ ഗ്രൂപ്പ്സ്. ഓക്കെ, സോഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്, സാമൂഹിക സംഘങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞു സോഷ്യൽസിനെ കുറിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചു, അസോസിയേഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. നമ്മൾ ഇങ്ങനത്തെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. അതിലെത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ ഇടപെടലുകളും കാര്യങ്ങളും എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സിനെയാണ്. എന്താണ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് പ്രയാസകരമാണ് അല്ലെ, വളരെ പോസിബിളായ കാര്യമേ അല്ലാത്തതാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്ത് ചെയ്യണം, ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ഇടപെടേണ്ടി വരും, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് ചെയ്യും, അവൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകും. അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യും, ഒരു സഹായകരമായിട്ടുള്ള മുന്നോട്ട രീതിയിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നതുകൊണ്ട് നമ്മൾ ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട 1-2 ഡെഫിനേഷനുകളും അതുപോലെ തന്നെ അതിൽപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് വെച്ചാൽ അല്ലെ, സോഷ്യൽ ഗ്രൂപ്പ് എന്നാൽ എന്താ, അതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്നത് സ്ഥിരമായി പരസ്പരം ഇടപഴകുന്ന നിരവധി ആളുകളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെ, ഒരു ജനക്കൂട്ടം എന്ത് ചെയ്യുക, നമുക്കതിനെ പറയാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. മനുഷ്യർ ജീവിക്കുകയും അവരുടെ ജീവിതം നയിക്കുകയും അർത്ഥവത്തായ ഇടപെടലുകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാന യൂണിറ്റുകളാണ് സാമൂഹിക ഗ്രൂപ്പുകൾ അല്ലെ. അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇടപെടലുകളും ഒക്കെ അല്ലെ ഒരു കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ അതെന്താണ്, ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, അത് മാറുന്നത്. അപ്പോൾ നോക്കൂ, ഒരു സാമൂഹിക ഗ്രൂപ്പിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുന്നത്. നോക്കൂ, വ്യക്തികളുടെ എണ്ണം അല്ലെ, ഒരു ഗ്രൂപ്പിന്റെ കുറഞ്ഞത് 2 പേരെങ്കിലും എന്താവും ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അംഗത്വ ബോധം, ഓരോ അംഗവും തന്റെ ഗ്രൂപ്പുകളിലെ അംഗത്വത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ബോധവാന്മാരായിരിക്കും അല്ലെ. അതുപോലെ സംഘടിത സംഘടന, എല്ലാ ഗ്രൂപ്പുകളും സംഘടനാപരമായി ക്രമീകരിച്ചിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു എന്താണ് അർത്ഥവും ലക്ഷ്യവുമുള്ള ഇടപെടലായിരിക്കും ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുക, സംഭവിക്കുക എന്നുള്ളത് അല്ലെ. നോക്കൂ, കൃത്യമായ അർത്ഥവും ലക്ഷ്യവുമുള്ള അംഗങ്ങൾക്കിടയിൽ ഇടപെടൽ എന്ത് ചെയ്യുന്നുണ്ടാകും, അതിൽ ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം നോക്കൂ, സ്വാർത്ഥതാ ബോധം, ഒരു കൂട്ടത്തിൽ നമ്മൾ എന്നൊരു വികാരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്തിനാ അതിന് മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഗ്രൂപ്പുകളെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ എന്നിങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രാഥമിക ഗ്രൂപ്പുകൾ എന്നാൽ എന്താ, ദ്വിതീയ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താ, തൃതീയ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ പ്രാഥമിക ഗ്രൂപ്പുകൾ നോക്കൂ അല്ലെ, ഒരു കുടുംബത്തിലോ ഒരു ചെറിയ ഗ്രാമത്തിലോ പോലെ മുഖാമുഖ സമ്പർക്കവും അവിടുത്തെ ബന്ധവും ഉള്ളിടത്താണ് എന്ത് ചെയ്യുന്നത്, പ്രാഥമിക ഗ്രൂപ്പുകൾ. ഒന്നുമില്ല, നമ്മൾ കാണുന്ന ഈ കുടുംബങ്ങളും കാര്യങ്ങളും നമ്മൾ ഏറ്റവും ബന്ധമുള്ള ആളുകളാണ് എന്ത് പ്രാഥമിക കുടുംബത്തിൽ പെടുന്നവർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക. അവിടുത്തെ ഏതൊരു സമൂഹത്തിന്റെയും സാമൂഹിക ഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് എന്ത് പ്രാഥമിക ഗ്രൂപ്പ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, സെക്കൻഡറി ഗ്രൂപ്പ് അല്ലെ, എന്ന് വെച്ചാൽ തൃതീയ എന്താണ് ദ്വിതീയ ഗ്രൂപ്പുകൾ, അതാണ് എന്ത് പ്രാഥമിക, അതെന്താണ് ദ്വിതീയ ഗ്രൂപ്പിനെ കുറിച്ച് നോക്കും. ബന്ധങ്ങൾ വ്യക്തതയില്ലാത്തതാണെങ്കിലും മുഖാമുഖ സങ്കല്പം നിലവിലില്ല, അതിനൊരു എന്താണ് ദ്വിതീയ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഉദാഹരണം രാഷ്ട്രീയ പാർട്ടി, ജാതി, ട്രേഡ് യൂണിയൻ. ഇതിലെന്താണ് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ അവർക്ക് ഒരു സാമൂഹിക ബന്ധങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു കൂട്ടമായിട്ടാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് എന്ന് വെച്ചാൽ അതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഔപചാരിക ബന്ധമായിരിക്കും അല്ല, ഭീമമായ ഒരു വലിപ്പമുള്ള മേഖലയായിരിക്കും സെക്കൻഡറി ഗ്രൂപ്പുകൾ അഥവാ ദ്വിതീയ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതുപോലെ ബന്ധങ്ങൾ യാന്ത്രികമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തികളുടെ പങ്കനുസരിച്ചായിരിക്കും അവരുടെ പദവി എന്ത് ചെയ്യുക, സെക്കൻഡറി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ദ്വിതീയ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുക തയ്യാറാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെടുക എന്നുള്ളതാണ്. എങ്കിൽ തൃതീയ ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പുകളിൽ സമാന പ്രതീകങ്ങളുള്ള നിരവധി ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നു. അപ്പൊ ധാരാളം ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു മേഖലയാണ് ഇത് തൃതീയ ഗ്രൂപ്പ്. സമ്പർക്കമോ ഇടപെടലോ പ്രതീകത്തിന് സാങ്കല്പികമാണോ? ഉദാഹരണം ധാരാളം യൂണിയനുകൾ ഉൾപ്പെടുന്ന ഒരു കോൺഫെഡറേഷൻ അല്ലെ, ഒരു കോൺഫെഡറേഷൻ ഓഫ് ലേബർ യൂണിയനുകളാണ്. ധാരാളം യൂണിയനുകൾ ഉൾപ്പെടുന്ന വലിയൊരു മേഖലയാണ് ഏത്
തൃതീയ ഗ്രൂപ്പുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഗ്രൂപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ പ്രാഥമികം, സെക്കൻഡറി, തൃതീയം. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസുകൾ, ഇപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്കറിയാം. നേഴ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസുകളിൽ അധികവും വരുന്നത് ഏകദേശം എന്താണ് 1 വേർഡ് ക്വസ്റ്റ്യൻസുകളാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. പുതിയ ക്വസ്റ്റ്യൻസ് മോഡലുകളൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 1-2 എന്താണ് 1 വേർഡ് ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഔപചാരിക ഗ്രൂപ്പിൽ നിന്ന് അനൗപചാരിക ഗ്രൂപ്പിനെ വേർതിരിക്കുന്നത് എങ്ങനെയാണ്, ഏത് മേഖലയാണ്? ഇപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഔപചാരിക ഗ്രൂപ്പുകൾ വ്യക്തമായ ലക്ഷ്യങ്ങളും ഘടനകളും ഉണ്ട്. രണ്ടാമത് നോക്കുക, ഔപചാരിക അധികാരത്താൽ എന്താണ് അനൗപചാരിക ഗ്രൂപ്പുകൾ സ്ഥാപിക്കപ്പെടുന്നു. മൂന്നാമത്തെ, അനൗപചാരിക ഗ്രൂപ്പുകൾക്ക് ശ്രേണി ഘടനകളുണ്ട്. അതുപോലെ തന്നെ ഔപചാരിക ഗ്രൂപ്പുകൾക്ക് എന്താണ് അംഗങ്ങൾക്കിടയിൽ വൈകാരിക ബന്ധമില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസർ വരുന്നത് ഒന്നാമത്തതാണ്. ഉത്തരം നോക്കൂ, ഔപചാരിക ഗ്രൂപ്പുകൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളും ഘടനകളും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കൂ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് പാടെ നോക്കൂ. ഒരു പ്രത്യേക ആവശ്യത്തിനായി രൂപീകരിക്കപ്പെട്ടതും സാധാരണയായി ഒരു ഔപചാരിക ഘടനയുള്ളതുമായ ഒരു ഗ്രൂപ്പിനെ എന്തറിയപ്പെടുന്നു? എന്താണ് അറിയപ്പെടുന്നത്? ഇപ്പൊ പ്രാഥമിക ഗ്രൂപ്പ്, അനൗപചാരിക ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്. ഇപ്പോൾ അതിനറിയപ്പെടുന്നത് എന്താണ് നോക്കൂ, ഒരു പ്രത്യേക ആവശ്യത്തിനായി രൂപീകരിക്കപ്പെട്ടതും സാധാരണയായി എന്താണ് ഒരു ഔപചാരിക ഘടനയുള്ളതുമായ എന്താണ് അതിന് പറയുന്നതാണ് എന്ത് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു നോക്കൂ. സമൂഹത്തിലെ സാമൂഹിക ഗ്രൂപ്പുകളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ്. നോക്കൂ, ഇതിൽ നിന്ന് എന്താണ് ഒന്നാമത്, സാമൂഹിക ഗ്രൂപ്പുകൾക്ക് സമൂഹത്തിൽ യാതൊരു സ്വാധീനവുമില്ല. രണ്ടാമത് എന്താണ്, അവർ വ്യക്തികൾക്ക് സ്വന്തമായ ഒരു ബോധം നൽകുന്നു. സാമൂഹിക ഗ്രൂപ്പുകൾ വൈവിധ്യത്തെയും വ്യക്തിത്വത്തെയും എന്ത് നിരുത്സാഹപ്പെടുത്തുന്നു. നാലാമത് നോക്കൂ, സാമൂഹിക ഗ്രൂപ്പുകൾ സാമൂഹികവൽക്കരണത്തെയും ആശയവിനിമയത്തെയും എന്ത് ചെയ്യുന്നു, തടയുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ഉത്തരം നമുക്ക് എന്ത് നൽകാം? അവ വ്യക്തികൾക്ക് സ്വത്വബോധവും നൽകുന്നു എന്നുള്ള രണ്ടാം ഉത്തരം ബി ആണ്. അവർക്ക് വ്യക്തികൾ എന്ത് സ്വന്തമായ ഒരു ബോധം എന്ത് ചെയ്യുന്നു, സ്വത്വബോധം എന്ത് ചെയ്യുന്നു നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, ഇതാണ് ഇങ്ങനെയുള്ള 3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഏകദേശം നമ്മൾ പാഠത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ പാഠഭാഗങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ പാഠത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നാഷണൽ അക്കാദമിയുമായി നിങ്ങൾ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. നാഷണൽ അക്കാദമിയുടെ ആപ്പിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സാമിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളും നമ്മൾ നൽകുന്നുണ്ട്. അതിലൂടെ തന്നെ എന്ത് ചെയ്യുന്നത്, വൻ വിജയങ്ങൾ എന്ത് ചെയ്തു വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ +2 ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, എഴുതാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ തീർച്ചയായും നാഷണൽ അക്കാദമിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.